friends, welcome to my channel Agri Marcus. ഇന്ന് ഞാനൊരു അമ്പലത്തിലാണ് പോകുന്നത്. അമ്പലത്തിന്റെ പേര് ചാലുവള്ളം ദൈവക്ഷേത്രം. അവിടേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കോൺ പ്രസ് ചെയ്യണം. അപ്പോഴേ എൻ്റെ പുതിയതായിട്ട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ക്ഷേത്രത്തിലെത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. നമ്മൾ വൈകിട്ടാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് കരികൂട്ടിച്ചാത്തനാണ് ഉള്ളത്. ഇതാണ് കരികൂട്ടിച്ചാത്തൻ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരികൂട്ടിച്ചാത്തൻ്റെ വെള്ളാട്ടാണ്. കരികൂട്ടിച്ചാത്തൻ്റെ കയ്യിലൊക്കെ ഒരു വടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനൊക്കെ പേടിച്ച് കളഞ്ഞു. ഈ ക്ഷേത്രത്തിൽ കരിങ്കുട്ടിച്ചാത്തനുണ്ട്, കൂലം കുട്ടിച്ചാത്തനുണ്ട്, പൂക്കുട്ടിച്ചാത്തനും ഉണ്ട്. അങ്ങനെ 3 കുട്ടിച്ചാത്തൻ ഇവിടെ കിട്ടിയാടുന്നുണ്ട്. പൊളിച്ചയ്ക്ക് 4:30 പോയിട്ടുണ്ടായിരുന്നു. പൊളിച്ചക്കാണ് ഇതൊക്കെ വസൂരിമലേൻ്റെ വെള്ളാട്ടമൊക്കെ നടക്കുക. വസൂരിമല കഴിഞ്ഞപ്പോഴത്തേക്കും ഗുളികൻ തേള തുടങ്ങിയിട്ടുണ്ട്. ഗുളികൻ്റെ ആ നടത്തവും നോട്ടവും ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര പേടി തുടങ്ങി. നിങ്ങൾ കണ്ടോ എന്തൊരു നടത്തമാണ് ഇതിൻ്റെ? അതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിട്ടുണ്ട്. ഗുളികൻ തേര നടക്കുന്നത് ഈ ചൂട്ടയുടെ വെളിച്ചത്താണ്. പുളികൻ്റെ മുടി ഇറങ്ങിയിട്ടുണ്ട്. പുളികൻ്റെ ആ കയ്യിലെ വടി നേരെ കുത്തി വെച്ച് പുളികൻ അതിലോട്ട് നടക്കും. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം.
അതിനിപ്പോൾ കേറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തന്നെ കാണുമ്പോൾ പേടിയാകുന്നുണ്ട്. അത് വേറെ സ്റ്റെപ്പിലേക്ക് കയറുന്ന പോലെ ആ തുള്ളലില്ല, അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകുന്നുണ്ട്. ഇതാണ് കണ്ടകണ്ണൻ തിറ. കണ്ടകണ്ണൻ്റെ ചുറ്റും തീപ്പന്താണ്. തീപ്പന്തിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്ത് ചൂടായിരിക്കും, അതുകൊണ്ട് കറങ്ങുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ഭഗവതിയുടെ തറയാണ്. ഇനി വലിയ ഭഗവതിയും കൂടി വരാനുണ്ട്. ഇതാണ് കുട്ടിച്ചാത്തൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ 3 കുട്ടിച്ചാത്തനുണ്ടെന്ന്. ഇപ്പോൾ ഒരു കുട്ടിച്ചാത്തനെ ഇറങ്ങിയിട്ടുണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ 2 കുട്ടിച്ചാത്തൻ ഇറങ്ങുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ 2 ദൈവങ്ങൾക്കാണ് പൈസ കൊടുത്തിട്ടുള്ളത്. ഒന്ന് കണ്ടകണ്ണനും വേറെ ഒന്ന് എള്ളെടുത്ത് ഭഗവതിയും. ഇതാണ് എള്ളെടുത്ത് ഭഗവതി. എന്നോട് പറഞ്ഞിട്ടുള്ളത് നല്ലത് വരട്ടെ എന്നാണ്. ഇതാണ് വലിയ ഭഗവതി. വലിയ ഭഗവതിയും വലിയ ഭഗവതിൻ്റെ മുടിയും. നിങ്ങൾ കണ്ടോ എത്ര വലിയ മുടിയാണ്. എനിക്ക് ഇത്രയേ എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഞാനൊരു ദിവസം ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.